പാർലമെന്റ് അതിക്രമത്തിലേക്ക് പോകണം. ഇന്നലെ വല്ലാത്ത രാജ്യത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി അത് മാറി. കാരണം സുരക്ഷാ വീഴ്ച അത് വളരെ കൃത്യമായി തന്നെ അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പാർലമെന്റ് പോലെ അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ അക്രമികൾ കയറുകയും പാർലമെന്റ് സമ്മേളനത്തിനിടെ ഇത്തരം സംഭവങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് രാജ്യത്തിന് നാണക്കേടാണ്. സർക്കാരിനെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിൽ പ്രതിപക്ഷത്തിന് നൽകിയ ആയുധമാണ്. പ്രതിപക്ഷം ആ വിഷയം വലിയ സംഭവമായി എടുത്തിട്ടുണ്ട്. താനും നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ട്. ഒപ്പം യോഗം ചേരുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. അവിടെ വിലയിരുത്തലുണ്ടാവും. സ്വാഭാവികമായും രാഷ്ട്രപതിയെ സുരക്ഷാ വീഴ്ച ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷം. ഒപ്പം ഈ 5 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് പരിചയപ്പെട്ടത്. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് തങ്ങൾ ഇത്തരത്തിൽ ഒരു അതിക്രമത്തിലേക്ക് കടക്കാൻ കാരണം എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ നയങ്ങളുടെ എതിർപ്പാണ് എന്നുള്ള കാര്യത്തിൽ പ്രതികൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെയാണ് അവർ പരിചയപ്പെട്ടത്. 4 വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അതേസമയം പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം രാഹുൽ ഗാന്ധി പാർലമെന്റ് സമ്മേളനത്തിൽ സന്നിഹിതനായിരുത്താനും. സുബി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവെക്കും. സുബി, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. പല ചിന്തകൾക്കും ഈ സംഭവം പ്രത്യേകിച്ചും അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കാരണം പാർലമെന്റ് ആക്രമണ കേസിന്റെ വാർഷിക ദിനമായിരുന്നു. അവിടെ ഇത്രയധികം സുരക്ഷയുള്ള ഒരു സംവിധാനത്തിൽ എങ്ങനെ ഇവർ കടന്നു കയറി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസ് തന്നെ എന്ന രീതിയിൽ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കേസിനെ കാണുന്നത്. പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും. ഏതായാലും പ്രതികളുടേതെന്ന് പറയുന്ന മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സർക്കാർ നയങ്ങളോടുള്ള എതിർപ്പാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും കർഷക സമരം, മണിപ്പൂർ കലാപം എന്നിവയിൽ ഇവർക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ഇവരെ ഇത്തരത്തിൽ ഒരു അതിക്രമത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രധാനമായി പറയുന്നത്. ഒപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണം ഡൽഹി സ്പെഷ്യൽ സെല്ലിനെ ഏൽപ്പിച്ചേക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം ഈ പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. നിലവിൽ 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ലളിത് ഷാ എന്ന് പറയുന്ന മറ്റൊരാൾക്കെതിരെയുള്ള തിരച്ചിൽ വ്യാപകമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാർ നയങ്ങളോടുള്ള പ്രതിഷേധമാണ് ഇതിനുള്ള കാരണം. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രതികൾ സംഘടിച്ചത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത് എന്നാണ് പോലീസ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. നിരന്തരം ആശയവിനിമയം ഇവർ ഫേസ്ബുക്കിലൂടെ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇവർക്ക് ലഭിച്ചിരുന്നു. ഇവർ വ്യത്യസ്ത ട്രെയിനുകളിലാണ് ഈ ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ അറസ്റ്റിലായ ഒരാൾ മൈസൂർ സ്വദേശിയാണ്, മറ്റൊരാൾ ലക്നൗ സ്വദേശിയാണ്. ഇവരെല്ലാം തന്നെ വ്യത്യസ്ത ട്രെയിനുകളിലായിട്ടാണ് ഡൽഹിയിലേക്ക് വന്നത്. അതിനുശേഷം അവിടെ നിന്നാണ് ഇവർ പാർലമെന്റ് ഹൗസിലേക്ക് എത്തുന്നത്. ഏതായാലും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡൽഹി സ്പെഷ്യൽ സെല്ലിനെ ഏൽപ്പിച്ചേക്കും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ശക്തമായി തന്നെ തുടരുകയാണ്. ഈ പ്രതിപക്ഷം പറയുന്നത് കനത്ത സുരക്ഷാ വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പാർലമെന്റിനകത്തേക്ക് അതിക്രമിച്ചു കയറുക എന്ന് പറയുമ്പോൾ എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് എങ്ങനെയാണ് ഈ പ്രതികൾക്ക് എത്താൻ സാധിച്ചത്? ഇതിൽ ഒരു BJP MP പ്രതാപ് സിംഹയുടെ പാസ് ഉപയോഗിച്ചാണ് ഈ പ്രതികൾ പാർലമെന്റിനകത്തേക്ക് കയറിയിരിക്കുന്നത്. ആ പാർലമെന്റ് MP രാജിവെക്കണം, അയാളെ പുറത്താക്കണം എന്നൊരു ആവശ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. ഒപ്പം രാഷ്ട്രപതിയെ ഒരുമിച്ച് കാണാനും പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്രമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ പാർലമെന്റിനകത്ത് പ്രസ്താവന നടത്തണം എന്നൊരാവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് പാർലമെന്റ് ലോക്സഭ ചേരുക. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും പാർലമെന്റ് പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ കൃത്യമായ ആസൂത്രണം നടത്തി എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് സുബി. കാരണം 6 പേരും 4 വർഷമായി സുഹൃത്തുക്കളാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പാർലമെന്റിൽ കയറാൻ ഇവർ 3 മാസമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ടതിന് ശേഷമാണ് ഈ ആസൂത്രണം. പാർലമെന്റിൽ വരുന്നതിന് മുൻപ് ഇവർ ഗുരുഗ്രാമിലെ ഒരു വീട്ടിൽ, വിശാലിൻ്റെ വീട്ടിൽ, ഈ പ്രതികൾ ഒരാളായ വിശാലിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ഒപ്പം ഈ 2 പേർക്ക് പാസ് അനുവദിക്കാനുള്ള അപേക്ഷ കൊടുക്കുന്നു. 45 മിനിറ്റ് സമയത്തേക്കുള്ള
പാസുമായി 2 മണിക്കൂറിലേറെ സമയം ഇവർ സന്ദർശക ഗാലറിയിൽ ചെലവഴിക്കുന്നു. അങ്ങനെ നിരവധിയായ സുരക്ഷാ വീഴ്ചകൾ സംഭവിക്കുകയാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരമാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതീവ സുരക്ഷാ മേഖലയാണ്. 3 തരത്തിലുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അത് ഗൗരവതരമാണ്. എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. നമ്മുടെ MP-മാരാണ്. രാഹുൽ ഗാന്ധി അടക്കം സഭയിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണ്ടിവരും. അപ്പോൾ കേവലം പോലീസിന്റെ പരിധിയിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമാണോ എന്നുള്ള ചോദ്യവും വരും. സ്വാഭാവികമായും രഞ്ജിത്ത് സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ പാർലമെന്റിനകത്തേക്കുള്ള സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതിനി സമീപകാലത്ത്, അതായത് ഈ ഒരു പ്രശ്നം കെട്ടടങ്ങുന്നത് വരെ സന്ദർശകരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണവും മറ്റും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ടായത്? പുകക്കുറ്റി ഷൂസിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ പ്രതികൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? പ്രത്യേകിച്ചും പുതിയ പാർലമെന്റ് മന്ദിരമാണ്. ഒപ്പം തന്നെ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുഗ്രാമിലെ ഒരു വീട്ടിൽ ഇവർ ഒരുമിച്ച് ചേർന്നു. അവിടെ വെച്ചാണ് 2 പേർ പാസ് എടുത്ത് അകത്ത് കയറണം, 2 പേർ പുറത്ത് പ്രതിഷേധിച്ചാൽ മതി, ഈ പുകക്കുറ്റികൾ ഉപയോഗിച്ചാൽ മതി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഇവർ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ പരിചയപ്പെട്ടത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെട്ടത്, ഫേസ്ബുക്കിലൂടെ. അന്ന് മുതലാണ് ഇവർ സുഹൃത്തുക്കളായത് എന്നൊരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വലിയ തോതിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൾക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. രാജ്യത്തെ അതിക്രമിക്കാൻ ശ്രമിച്ചു എന്ന കേസ് എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഏതായാലും കൃത്യമായ ഒരു ഉത്തരം അമിത്ഷായ്ക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പാർലമെന്റിൽ പറയേണ്ടി വരും. എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ചയുണ്ടായത് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ഈ പ്രതികൾ എത്തിയത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഉത്തരത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ഏതായാലും UAPA ചുമത്തിയിട്ടുണ്ട്. ഡൽഹി സ്പെഷ്യൽ സെല്ല് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കാൻ പോവുകയുമാണ്. രഞ്ജിത്ത്, അതുതന്നെയാണ് 2001 നമുക്കറിയാം പാർലമെന്റ് ആക്രമണം ഉണ്ടായത്. അത് ഇന്ന് കഴിഞ്ഞ ദിവസം 22ാം വാർഷികമായിരുന്നു. അത് അവിടെ ഈ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം അതീവ സുരക്ഷാ സംവിധാനങ്ങൾ പാർലമെന്റിൽ സജ്ജമാക്കിയിരുന്നു എന്നുള്ളതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം പലമടങ്ങ് വർദ്ധിപ്പിച്ചു. ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു. അത്യാധുനിക ആന്റി ടെററിസ്റ്റ് വാഹനങ്ങളും ആയുധങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലാകട്ടെ നവീന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം മറികടന്ന് ഈ അക്രമികൾ എങ്ങനെ അകത്തേക്ക് കടന്നു എന്നുള്ളതാണ്. ഈ 5 പേരിൽ മാത്രം ഒതുങ്ങുകയാണോ സുബി അന്വേഷണം? മറ്റ് ആരുടെയെങ്കിലും പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? നിലവിൽ 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 5 പേരാണ്. ഇനി മറ്റൊരാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ലളിത് ഷാ എന്നു പേരുള്ള അന്വേഷണത്തിലേക്ക്. ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യ ആസൂത്രകരിൽ ഒരാളാണെന്നാണ് പോലീസ് കരുതുന്നത്. ഒപ്പം തന്നെ ഈ ഗൂഢാലോചന നടത്തിയതിലും ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ പോലും വലിയൊരു ആക്രമണത്തിലേക്ക് പ്രതികൾ എന്തുകൊണ്ട് കടന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും അവശേഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കാനിസ്റ്റർ ഉപയോഗിച്ചുള്ള അതിക്രമത്തിലേക്കാണ് പ്രതികൾ കടന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരു തരത്തിലുള്ള അതിക്രമത്തിലേക്ക് കടക്കാതിരുന്നത്? സർക്കാർ നയത്തോടുള്ള എതിർപ്പിൽ പ്രതിഷേധം ഈ രീതിയിൽ എന്തിനാണ് പ്രതിഷേധം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ലളിത് ഷായ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, പാർലമെന്റ് സുരക്ഷ ഒരുക്കാൻ 3 വിഭാഗങ്ങളാണ് പ്രധാനമായി ഉള്ളത്. അതിലൊന്ന് പാർലമെന്റ് സുരക്ഷയ്ക്കായി നേരിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് എന്ന് പറയും. അവർക്ക് സാങ്കേതിക പിന്തുണ നൽകാൻ ചില ആളുകൾ ഉണ്ടാകും, വിദഗ്ധരുണ്ടാകും എന്നുള്ളതാണ്. പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ്, അതിൻ്റെ PDG, അത് കേന്ദ്ര റിസർവ് സേനയിൽ നിന്നാണ് ഈ PDGയെ അവിടെ നിയോഗിക്കുക. പ്രത്യേക പരിശീലനം നേടി 1500 കമാൻഡോകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഡൽഹി പോലീസാണ്. അവർ 3ാം വിഭാഗമാണ്. ട്രാഫിക് നിയന്ത്രണവും സന്ദർശകരുടെ പരിശോധനയും ഒക്കെ ഡൽഹി പോലീസിൻ്റെ, അതായത് പാർലമെന്റ് പുറത്തടക്കം അകത്തേക്ക് സന്ദർശകർ കയറ്റിവിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഡൽഹി പോലീസാണ്. ഈ സമ്മേളന ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലുമൊക്കെ എത്തുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ സമയങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കും. അപ്പം ഈ പ്രധാനമന്ത്രിയൊക്കെ ഈ സ്ഥലത്ത് ഇവിടെ ഉള്ള സമയത്ത് മന്ദിരത്തിൻ്റെ ചില വഴികൾ പൂർണ്ണമായും അടച്ചാണ് കർശനമായ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ
ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു അതിക്രമം നടന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണക്കാരാണ് എങ്കിൽ പോലും മറ്റൊരു തരത്തിലുള്ള അതിക്രമങ്ങൾ പോലും സംഭവിച്ചേക്കാം. ഇനിയും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വിലയിരുത്തിയില്ലെങ്കിൽ എന്ന മുന്നറിയിപ്പ് കൂടി ഈ അതിക്രമം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.